ഹലോ ഗായ്സ്, വെൽക്കം ടു ശ്രീ മാത്സ്. ഇന്ന് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വരുന്ന കുറച്ച് കണക്കുകൾ അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി പഠിക്കാം. അത് ടൈം വേസ്റ്റ് ചെയ്യാതെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകണം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ 2 ഇനി വെളിയിലെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 1 + 2 + 3 + എക്സെട്ര. ഇവിടെ വരും, ഇങ്ങനെ വരും. അതായത് 2 ഇൻറ്റു ഇത് നമുക്ക് 1 + 2 + എക്സെട്ര + n-ൻ്റെ വില n ഇൻറ്റു n+1/2 എന്നൊരു ഫോർമുല ഉണ്ട്. 1, 2 എക്സെട്ര n ടൈംസ് വരുമ്പോൾ n ഇൻറ്റു n+1/2 എന്നുണ്ട്. ഇവിടെ അപ് ടു 50 ആവുന്നത്. ഇതിൽ നിന്നെല്ലാം കോമൺ ഫാക്ടർ 2 എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 + 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 2 4 2 ഇൻറ്റു 3 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു ഇവിടെ 1 + 2 + 3 + എക്സെട്ര 50 അപ് ടു 50. അതായത് 50 ഇൻറ്റു ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. n ടൈംസിലാണെങ്കിൽ n ഇൻറ്റു n+1/2. ഇത് പിന്നെ 50 ഇൻറ്റു 50 + 1/2. ഈ 2 ൻ്റെ 2 കട്ടായി പോകും. 50 ഇൻറ്റു 51 അതായത് 2550. ഇത് സാധാരണ ടെസ്റ്റുകൾക്ക് ചോദിച്ച് കാണുന്ന ചോദ്യമാണ്. ഇത് നമ്മളെ കുഴപ്പിക്കാനാണ്. ഇത് ഓർത്തിരുന്നാൽ മതി. നമ്മൾ 1 + 2 + 3 + എക്സെട്ര + n എന്നുള്ളതിൻ്റെ ഫോർമുല n ഇൻറ്റു n+1/2. ദാറ്റ് ഈസ് ഇപ്പോൾ സം 1 2 എക്സെട്ര അപ് ടു 100 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100 ഇൻറ്റു 100+1/2. അത് സിമ്പിളാണ്. 100 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 50, പിന്നെ 50 ഇൻറ്റു 101 ചെയ്താൽ മതി. ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ 2 പൊതു ഘടകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 + 2 + 3 + എക്സെട്ര എല്ലാത്തിനും അപ് ടു 100 അല്ലേ ഇവിടെ. അപ്പോൾ 50. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ n ഇൻറ്റു n+1/2 അതാണ് നമ്മുടെ ഫോർമുല. അതായത് 50 ഇൻറ്റു 50 ടേംസിൻ്റെ കാണണ്ട, 60 ടേംസിൻ്റെ ആണ്. 60 ഇൻറ്റു 61/2 60 ഇൻറ്റു 60 + 1/2 അതായത് 50 ഇൻറ്റു 50 + 1/2. ഇതാണ് ആൻസർ. നമ്മളിത് മൊത്തം കൂട്ടി ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഫോർമുല മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. വൺസ് മോർ 2 + 4 + 6 + എക്സെട്ര + 100 അതിൻ്റെ വില കാണാനാണ്. ഇതിനെല്ലാം ഒരു 2 പൊതു ഘടകമായിട്ട് ഇനി വെളിയിലെടുക്കുക. അപ്പോൾ എന്ത് വരും? 1 + 2 2s are 4 2 3s are 6 എക്സെട്ര + ഇത്രയും വരും. സമം ഈ 2 വെളിയിലുണ്ട്. ഇപ്പോൾ 1 + 2 + എക്സെട്ര n ആണെങ്കിൽ ഫോർമുല n ഇൻറ്റു n+1/2. നെക്സ്റ്റ് ഇവിടെ 50 ടേംസ് ആണ്. 60 ടേംസ് ആണ്. 60 ഇൻറ്റു 60 + 1/2. ഇവിടെ 50 ആയതുകൊണ്ട് 50 ഇൻറ്റു 51 50 + 1/2. 2 ൻ്റെ 2 കട്ടാകും. 50 ഇൻറ്റു 51 ദാറ്റ് ഈസ് 0 ഇട്ട് കൊടുക്കും. ഇതാണ് ആൻസർ. ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ഡെസിമലിൻ്റെ ദശാംശ സംഖ്യയുടെ സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് നോക്കാം. ഡെസിമൽ നമ്പറിൻ്റെ അതായത് ദശാംശ സംഖ്യയുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ 3.18 × 10² എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ്.
ഈ പോയിന്റിന് മുമ്പ് ഒരു സംഖ്യ വരാവൂ. അതായത് 6.17 ഇൻറ്റു 10⁻1. ഇത് 10⁻1. അത് ഈ പോയിന്റിന് മുമ്പ് എപ്പോഴും ഒരു സംഖ്യ വരാവൂ. അങ്ങനെയുള്ളതിനെയാണ് നമ്മളതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അതും മനസ്സിലാക്കണം, സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഇതിനെ 100 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ഡിവൈഡ് ഹരിക്കുമ്പോഴെപ്പോഴും പോയിന്റ് കിടക്കുന്നിടത്തുനിന്ന് ഇടത്തോട്ടാണ് മാറുന്നത്. 100 ആണെങ്കിൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറണം. അതായത് 4 1 ഈ 5 2 ഈ 2 സ്ഥാനം ഇടത്തോട്ട് മാറണം. ബാക്കി അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ 4 1 2 5.2/10 എന്നാണെങ്കിൽ ഒരു സ്ഥാനം മാറണം. ഈ 5 മാത്രം മാറണം. എന്നിട്ട് പോയിന്റ് ഇടണം. 4 1 2.52 ഒരു സ്ഥാനം മാറി. 10 ആണെങ്കിൽ ഒരു സ്ഥാനം പോയിന്റ് കിടന്നിടത്തുനിന്ന് ഇടത്തോട്ട് മാറണം. 100 ആണെങ്കിൽ 2 സ്ഥാനം മാറണം. ഇടത്തോട്ടാ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. 41252 ഡിവൈഡഡ് ബൈ 10,000 ആണെങ്കിലോ നോക്കാമല്ലോ. 2 ഇവിടാണ് കിടന്ന പോയിന്റ്. അപ്പോൾ 10,000 ആണെങ്കിൽ പോയിന്റ് ഒന്നും ഇല്ലാതെ നമുക്കത് എഴുതാം. എന്നിട്ട് പോയിന്റ് എവിടെ കിടക്കുന്നോ അതിൻ്റെ അടുത്തുനിന്ന് 1 2 3 4 4 0 അല്ലേ, 1 2 3 4. അതായത് ആ സംഖ്യ അങ്ങ് എഴുതുക. 4 സ്ഥാനം ഇടത്തോട്ട് മാറി. ഇപ്പോൾ വെറും 41252/1000 എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം, ഇതിൻ്റെ അർത്ഥം 0 എന്നല്ലേ, പോയിന്റ് 0 എന്നാണല്ലോ. 41,252 എന്ന് പറയാം. 41,252.0. അപ്പോൾ പോയിന്റ് കിടക്കുന്നിടത്തു നിന്ന് എത്ര മാറണം? 3 സ്ഥാനം വലത്തോട്ട് മാറണം. അതായത് 1 2 3. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഗുണനം കൂടി പറഞ്ഞേക്കാം. 4.1252 ഇൻറ്റു 10 ആണെങ്കിൽ ഈ പോയിന്റ് കിടക്കുന്നിടത്തുനിന്ന് ഒരു സ്ഥാനം വലത്തോട്ടാണ് മാറേണ്ടത്, വലത്തോട്ട്. മറ്റേ ഹരിക്കുവാണെങ്കിൽ പോയിന്റ് കിടക്കുന്നിടത്തുനിന്ന് ഇടത്തോട്ട് മാറണം. ഇവിടെ ഹരിക്കുമ്പോൾ പോയിന്റ് കിടക്കുന്നിടത്തുനിന്ന് വലത്തോട്ട് മാറണം. അതായത് ഒരു സ്ഥാനം മാറി. ഇവിടുന്ന് 1. ഇനി 4.1252 ഇൻറ്റു 100 ആണെങ്കിൽ 2 സ്ഥാനം മാറണം. 2 സ്ഥാനം കിടക്കുന്നിടത്തുനിന്ന് 2 നമ്പറും കൂടെ വലത്തോട്ട് മാറ്റിയിട്ട് കുത്തിടണം. നെക്സ്റ്റ് 4.1252 ഇൻറ്റു 10,000 ആണെങ്കിലോ 4 സ്ഥാനം. ഇതിൽ എത്ര 0 ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 കിടന്നിടത്തുനിന്ന് 4 സ്ഥാനം മാറണം. അതായത് 4 1 2 3 4. അതെ, 1 2 5 2. അതായത് 4 സ്ഥാനം മാറിയിട്ട് ഇവിടെ കുത്തിട്ടിട്ട് വാല്യൂ ഇല്ല. പിന്നെ അങ്ങോട്ട് 0 ആയതുകൊണ്ട് അത് ഇടണമെന്നില്ല. ഇട്ടാലും ഇട്ടില്ലേലും പോയിന്റ് ഇവിടെ വേണ്ടേ. 4 സ്ഥാനം മാറി കുത്തിടുക എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല, 0 നേരെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ കുത്തിടണമെന്നില്ല. അല്ലെങ്കിൽ പോയിന്റ് 0 എന്ന് ഇടുക. നമുക്കിങ്ങനെ കണക്കുകൾ വളരെ ഈസി ആയിട്ട് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് നമുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. ഒരു കണക്കിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. ഇങ്ങനെ ഈ പറഞ്ഞ ട്രിക്കുകളൊക്കെ വെച്ചിട്ട് ചെയ്താൽ. ഇനി വേറെ ഒരു ഇത് 102 ഇൻറ്റു 98. 100 + 2 ഇൻറ്റു, അത് 100നെ ബേസാക്കി എഴുതാം. 100 - 2. ഒരു ആൾജിബ്രയ്ക്ക് ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. A+B ഇൻറ്റു A - B മോഡലിലാണിത്. അതിൻ്റെതെന്ന് പറഞ്ഞാൽ ഒരു സമവാക്യമാണ്. A² - B². അതേപോലെയാണിത്. A² - B². അതേ രൂപത്തിൽ A+B ഇൻറ്റു A - B. അത് വെറും സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്. A², 100ൻ്റെ സ്ക്വയർ -4. അതാണ് അതിൻ്റെ ഉത്തരം. 9 9 അത്രയേ ഉള്ളൂ.
1.25 ഇൻറ്റു 1.3 എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് അല്ലെ 1.2 സിമ്പിളായിട്ട് നമുക്കിതങ്ങ് ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്തിട്ട് ആകെ എത്ര, ഇതിൽ 2 സ്ഥാനമുണ്ട്, ഇതിലൊരു സ്ഥാനമുണ്ട്. അപ്പോൾ 3 സ്ഥാനം മൊത്തത്തിൽ 60 സ്റ്റാർ അങ്ങനെ ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ 2 സ്ഥാനമുണ്ട്. അപ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തണം. 1 2 3. ഇനി ഇത് 25.42 ഇൻറ്റു 0.11 എങ്ങനെയാണ് ചെയ്യുക നോക്കാമല്ലോ. ഈ 11 വെച്ച് ഇതിനെ എല്ലാം ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. പ്രോഡക്റ്റിലെ ഗുണനഫലത്തിലാകെ 4 സ്ഥാനം വേണം. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. 11 2 22 ഇഷ്ടം 2 11 4 44 2 6 ഇഷ്ടം 4 ഇഷ്ടം 5. അപ്പോൾ എത്ര വരണം? 1 2 3 4 4 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 2 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. മൊത്തം 4 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം മാറ്റി കുത്തണം. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ നോക്കണം ആകെ എത്ര സ്ഥാനമുണ്ട് രണ്ടിലും കൂടെ. അത് ഇപ്പോൾ 3ഉം 2ഉം ആണെങ്കിൽ 5 സ്ഥാനം മാറ്റി കുത്തണം. വേറെ ഇങ്ങനെ ചോദ്യം. അപ്പോൾ ഇതിലെത്രയുണ്ട്? ഇതിവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം. അപ്പോൾ ആകെ 3 സ്ഥാനം മാറ്റി കുത്തിടണം. 11 വെച്ച് ഇൻറ്റു ചെയ്യും അതിനെ. 11 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 15 55 ഇഷ്ടം 5 11 അതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. ആകെ 3 സ്ഥാനം മാറ്റി കുത്തിടണം. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അത്രയേ ഉള്ളൂ അറിയാൻ. ഇനി ഇങ്ങനെ വന്നാൽ നമുക്കിതിനെ ഈ 10⁻⁻5നെ അടിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അത് 10⁵5 ആവും. അതായത് അഞ്ച്. ഇവിടെ എന്ത് വേണം? 5 സ്ഥാനം എവിടെ കിടക്കുന്നോ അവിടുന്ന് ഇടത്തോട്ട് മാറ്റി കുത്തിടണം. 5 സ്ഥാനം ഇടത്തോട്ട് മാറ്റി. അതായത് 3 1 1 സ്ഥാനമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ 4 0 കൊടുക്കണം. 1 2 3 4. ഇതാണ് ഉത്തരം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെ നമ്മൾ ചെയ്യും? 1.234 ഇൻറ്റു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ വലത്തോട്ട് മാറ്റി കുത്തിടുക. 2 സ്ഥാനം വലത്തോട്ട് മാറ്റുക. അതേസമയം 1.234 ഇൻറ്റു 10⁻² എന്നാണ് വന്നെങ്കിൽ 1.234/10⁻² എന്ന് വരും. അതായത് 1.234/100. 100 ആകുമ്പോൾ പോയിന്റ് കിടക്കുന്നിടത്തുനിന്ന് ഇടത്തോട്ട് മാറണം. അതായത് 1 സ്ഥാനമേ ഉള്ളൂ, ഇടത്തോട്ട് 2 സ്ഥാനം മാറണം. അതുകൊണ്ട് ഇത് കൊടുക്കണം, ഒരു 0 കൂടെ കൊടുക്കണം. ഇവിടെ പോയിന്റ് ഇടണം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇടാവുന്നതാണ്. അതനുസരിച്ച് ഞാൻ ക്ലാസ്സുകൾ തുടരുന്നതാണ്. താങ്ക് യു.